2025 തുടങ്ങിയിട്ട് ഇപ്പൊ അത്ര ആയില്ല, 1.5 മാസമെന്നുള്ളൂ. അതിനിടയിൽ നേർച്ചക്കാനയിടയുന്നു, പൂരത്തിനാനയിടയുന്നു, ആളുകളെ ആന കൊമ്പിൽ കുറക്കുന്നു, ചവിട്ടി അരയ്ക്കുന്നു, എടുത്ത് വലിച്ചെറിയുന്നു. എത്ര എണ്ണപ്പൊ കേട്ടെ. 2025 ഏറ്റവും കൂടുതൽ ആന പണി തന്നത് തോന്നുന്നു. ഇന്ന് കൊയിലാണ്ടിയിലുണ്ടായി, പാവം 2 അമ്മച്ചിമാര് മരണപ്പെട്ടു. ആന കുത്തിയതല്ല, ആന തൊട്ടടുത്തുള്ള ഒരു ഷെഡ് തട്ടി മറിച്ചിട്ടപ്പോൾ ആ ഷെഡിനടിയിൽപ്പെട്ടാണ് അവർ മരണപ്പെടുന്നത്. ഓക്കെ, സങ്കടമുണ്ട് ഒരു മരണ വാർത്ത കാണുമ്പോഴും കേൾക്കുമ്പോഴും. പക്ഷെ അതിനപ്പുറത്തേക്ക് ആനപ്രേമികളാണെന്ന് പറയുന്ന ഒരു കൂട്ടം അന്ധവിശ്വാസം തലക്കടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ആന എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്ന ഒരു ജീവിയാണ് എന്നുള്ളൊരു ബോധമാണ്. ഉത്ബോധം വളരെ ഡാർക്കാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ. വന്യജീവിയെ പിടിച്ച് മെരുക്കി ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അത് നമ്മൾ പറഞ്ഞതൊക്കെ കേൾക്കും എന്നുള്ള ധാരണയിൽ കുറെ കെട്ടുകഥകളുണ്ട് കേട്ടോ. ആന പറഞ്ഞത് കേൾക്കുന്നതിനനുസരിച്ചിട്ടൊക്കെ ഓരോ കെട്ടുകഥകളുണ്ട്. നമ്മൾ പറഞ്ഞ മനസ്സിലാവുന്നതാണ്, നാക്കുകൊണ്ട് പറയുന്നത് മനസ്സിലാവുന്നതൊക്കെ പറഞ്ഞു വിട്ട് അങ്ങനെ കുറെ സംഭവം ഉണ്ട്. നമ്മൾ